ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മുടെ ഓർക്കിഡ് വെറൈറ്റി പെട്ടതെങ്കിലും പക്ഷേ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു ഓർക്കിഡിനെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണുന്നത്. സാധാരണ ഓർക്കിഡുകളെക്കാട്ടിലും ഇതിനുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പൂക്കൾ 1-2 ദിവസമേ ചെടിയിൽ ഉണ്ടാവത്തുള്ളൂ. ഒരു ടൈമിൽ പിടിക്കുമ്പം തന്നെ നിറഞ്ഞങ്ങ് പൂക്കും. സാധാരണ ഓർക്കിഡ് നമ്മൾ ഒരു ചെടിയിൽ 1-2 കൊല പൂക്കളൊക്കെ ഉണ്ടാകുമ്പം ഈ ചെടിയിൽ സാധാരണ മുല്ലപ്പൂവൊക്കെ വിരിയുന്നതാണ്. ഒരു ചെടിയിൽ നിറഞ്ഞ് എല്ലാ തണ്ടിലും നിറച്ച് പൂക്കളും മുട്ടുകളുമായിട്ട് ഒരു ടൈമിൽ തന്നെ ആ എല്ലാ തണ്ടിലും പൂക്കളുണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് ഈ ഓർക്കിഡ്. ഈ ഒരു ദിവസം ഒരേ സമയം തന്നെ എല്ലാ ചെടികളും ഒരുമിച്ചങ്ങ് പൂക്കും. സാധാരണ ഓർക്കിഡ് ചെടികളുടെ പൂക്കൾക്ക് വലിയ മണമില്ല. പക്ഷെ നമ്മുടെ ഈ പീജിയോൺ ഓർക്കിഡിൻ്റെ പൂക്കൾക്ക് നല്ലൊരു പ്രത്യേക മണമാണ്. ഈ മണം ഈ ഓർക്കിഡിൻ്റെ ഈ പൂവിൻ്റെ മണവും ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. സാധാരണ ഓർക്കിഡിൻ്റെ പൂക്കൾക്ക് അങ്ങനെ മണം ഉള്ളതങ്ങനെ കണ്ടിട്ടില്ല. പക്ഷേ ഇതിന് ഒരു പ്രത്യേക മണവും കുറച്ച് ദൂരെ നിന്നാലും നമുക്കിതിൻ്റെ മണം അറിയാനായിട്ട് പറ്റും. വെള്ള പൂക്കൾ വന്നിട്ട് അതിൻ്റെ തുമ്പത്ത് ഒരു ചെറിയൊരു മഞ്ഞ കളർ വരുന്ന രീതിയിൽ അതിൻ്റെ പൂക്കളുടെ രീതി. ഇലയുടെ തുമ്പത്തു നിന്ന് ഒരു നീളത്തെ ഒരു തണ്ട് വന്നിട്ട് അതിൻ്റെ ഓരോ തണ്ടിൻ്റെയും ആ തണ്ടിൻ്റെ ഓരോ നോടിനകത്തുനിന്നും മുട്ട് വന്ന് അങ്ങനെ ഇതിൻ്റെ പൂക്കൾ വിരിയുന്നത്. ചെറിയ പൂക്കളായിരിക്കും, അത്ര വലിയ പൂക്കളല്ല എങ്കിലും വെറും ചെറിയ പൂക്കളുമല്ല, ഒരു ആവറേജ് സൈസിലുള്ള പൂക്കളായിരിക്കും ഇതിനകത്ത് വിരിയുന്നത്. ചെടിക്കകത്തുനിന്ന് ഒരു നീളമുള്ള തണ്ട് വന്നിട്ട് അതിൻ്റെ ഓരോ നോടിനകത്തുനിന്നും മുട്ടുകൾ വന്ന് പൂക്കൾ വിരിയും. ആ പൂക്കൾ പൊഴിഞ്ഞു പോയി കഴിയുമ്പോൾ വീണ്ടും ആ തണ്ട് അവിടെ നിന്ന് അടുത്ത സീസണിലേക്കുള്ള മുട്ടുകൾ വരുന്നതും ആ തണ്ടിനകത്ത് നിന്ന് തന്നെയായിരിക്കും. എത്ര മുട്ടുകൾ വന്നാലും എല്ലാം കൂടി ഒരുമിച്ചായിരിക്കും വിരിയുന്നത്. 1-2 ദിവസം കൊണ്ട് എല്ലാം വിരിഞ്ഞ് 2 ദിവസം കൊണ്ട് ഇതെല്ലാം പൊഴിഞ്ഞു പോവുകയും ചെയ്യും. പിന്നെ നമുക്കിതിൻ്റെ പ്രൊപ്പഗേഷനും ഈസിയാണ്. നമുക്ക് വളർത്തിയെടുക്കാൻ നമ്മളൊരു ചെറിയ തണ്ടൊടിച്ച് നമ്മളൊരു മരത്തിൽ കെട്ടി വെച്ച് കൊടുത്താൽ മതി. ഒരു ചെറിയ തണ്ട് കെട്ടി വെച്ച് കൊടുത്താൽ തന്നെ ആ മരത്തിനകത്ത് ചുറ്റി നിറഞ്ഞ് ചെടികൾ വളർന്ന് പെട്ടെന്ന് ഇത് വളർന്നോളും. ഇതുപോലുള്ള നമുക്ക് ചെറിയ ആ തണ്ടിനകത്തുനിന്ന് ചെറിയ കുഞ്ഞു പ്ലാന്റ് നല്ല വേരോടുകൂടി വരും. നമുക്ക് നടണം, പ്രൊപ്പഗേഷൻ നമുക്ക് വേറെ മാറ്റി നടണമെന്നുണ്ടെങ്കിൽ ഈ വേരോടുകൂടി നമുക്ക് ഇളക്കിയെടുത്ത് മാറ്റി നടാം. അല്ലെങ്കിൽ കട്ട് ചെയ്ത് നമുക്ക് മാറ്റി വേറെ മരത്തിനകത്തോട്ട് നട്ട് വെക്കാം. ഇതിപ്പം നമുക്ക് ഓരോ പ്ലാന്റായിട്ട് വേണമെങ്കിൽ മാറ്റി നടാം. അല്ലെങ്കിൽ ആ തണ്ട് ഫുൾ ഒരുമിച്ച് നമുക്ക് കട്ട് ചെയ്തെടുത്ത് നമുക്ക് വേറെ മരത്തിനകത്തോട്ട് കെട്ടിവെച്ച് വളർത്താനായിട്ട് പറ്റും. നമ്മുടെ സാധാ ഓർക്കിഡ് വളർത്തുന്നതാണ്. കുറച്ച് വെയിലിൻ്റെ ആവശ്യമുണ്ട്, ഒരുപാട് വെയിൽ വേണ്ട, എങ്കിലും കുറച്ച് വെയിലും വേണം. പിന്നെ നമ്മൾ വല്ലപ്പോഴും നമുക്ക് സാധാ ഓർക്കിഡിന് കൊടുക്കുന്ന വളങ്ങൾ മാത്രം മതി ഇവർക്കും. 19-19 അല്ലെങ്കിൽ ഗ്രീൻ കെയർ, അല്ലെങ്കിൽ നമ്മൾ ചാണകമൊക്കെ പുളിപ്പിച്ച് അതിൻ്റെ തെളി കോരി ഒഴിച്ചു കൊടുത്താലും മതി. അത്രയൊക്കെ ആവശ്യമുള്ളൂ. പിന്നെ വലിയ കീടബാധയൊന്നും ഏക്കത്തില്ല. വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ വളർത്താം. വലിയ കെയറിങ് ഒന്നും വേണ്ട. കീടങ്ങൾ അധികം ഏക്കത്തില്ല, ഫംഗസും ഒന്നും അധികം ഏക്കാത്ത ഒരു പ്ലാന്റാണ് നമ്മുടെ പീജിയോൺ ഓർക്കിഡ്. ഒരു സമയം തന്നെ ഒരുപാട് പൂക്കൾ വരുന്നതും പൂക്കളുടെ മണവും അതിൻ്റെ ഭംഗിയും ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. പിന്നെ ഒരു ചെടിയിൽ നിന്ന് തന്നെ നമുക്ക് ഒരുപാട് തൈകൾ കിട്ടും. പ്രത്യേകിച്ച് ഒരു പാടുമില്ല, ഒരു ബുദ്ധിമുട്ടുമില്ല. ഒരു ചെടിയിൽ തന്നെ നമ്മളൊന്ന് ഒരു മരത്തിൽ നമ്മൾ കെട്ടി വെച്ച് കൊടുത്താൽ മതി. സാധാരണ ചട്ടിയിൽ വളർത്തുന്നതിനെക്കാട്ടിലും ഇതിനെ നല്ലതായിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്നത് മരങ്ങളിൽ കെട്ടി വെച്ച് വളർത്തുമ്പോഴാണ്. മരത്തിൽ കെട്ടി വെച്ച് വളർത്തുമ്പം പെട്ടെന്ന് ഇവർക്ക് വേര് പിടിച്ച് മരത്തിനകത്ത് നല്ല രീതിയിൽ വേര് പിടിച്ച് നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കാനായിട്ട് പറ്റും. ഇതിൻ്റെ തണ്ട് ഒരുപാട് നീളത്തെ വളരുന്നത് കൊണ്ട് നമുക്ക് ചട്ടിയിൽ വളർത്താൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമ്മൾ മരത്തിൽ വളർത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മരത്തിൻ്റെ സൈഡിലോട്ടൊക്കെ നമുക്ക് ശിഖരങ്ങൾ മുകളിലോട്ട് വെച്ച് നമുക്ക് കെട്ടിവെച്ച് വളർത്തിയെടുക്കാനായിട്ട് പറ്റും. നമ്മുടെ ഓർക്കിഡ് വെറൈറ്റിയിൽ നമുക്ക് നന്നായിട്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ വളർത്തിയെടുക്കാൻ പറ്റിയ നല്ലൊരു പ്ലാന്റ് ഈ പീജിയോൺ ഓർക്കിഡ്. അധികം കീടബാധയില്ല, പിന്നെ എപ്പോഴും പൂ വരും. അത് കണക്ക് തൈ വരാനും എളുപ്പമാണ്. പൂവിന് നല്ല മണമുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രത്യേകതകൾ നമ്മുടെ ഈ പീജിയോൺ ഓർക്കിഡിനുണ്ട്. മഴ നനയുന്നത് കൊണ്ടോ വെയിൽ കൂടുന്നത് കൊണ്ടോ ഒന്നും ഒരു പ്രശ്നവും വരാത്ത രീതിയിലുള്ള ഒരു ഓർക്കിഡായി പീജിയോൺ ഓർക്കിഡ്. അപ്പം നമ്മൾ ഇത്രയൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് നന്നായിട്ട് ഇവരെ വളർത്താം.
പറ്റും. നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. താങ്ക് യു.